ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അകത്ത് കിടക്കുന്ന വന്ദന എന്റെ ഭാര്യ. അവളെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതല്ല, ഞങ്ങൾ ചോദിക്കുമ്പോ ഞങ്ങളെ ഒരുമാതിരി കോമാളിയാക്കുന്ന രീതിയിൽ നീ ശീലാവധി കളിച്ചാൽ അറിയാലോ, ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ദേ, ഈ നഖത്തിന്റെ ഇടയിലെ ഈർക്കിൽ കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. നല്ല ജീവൻ അങ്ങ് പോവും. വെറുതെ ഈ ശരീരത്തിൽ ഇത്തരം കലാപരിപാടികളൊക്കെ നടത്തി കൊടുക്കേണ്ട അവസരം ഉണ്ടാക്കണോ? അതുകൊണ്ട് ഇതങ്ങ് സമ്മതിച്ചേക്ക്. വീട്ടിൽ മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോ വലിയ റിസ്ക് ഇല്ലാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി. സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ നീയും അതങ്ങ് ചെയ്തു. എന്താടി, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു കൂസലില്ലാത്തെ? ചവിട്ടിന്റെ സർ, വന്ദന എന്നൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? അകത്ത് അവരുടെ മൊഴിയെടുക്ക. സർ, എസ് ഐ അദ്ദേഹം എവിടെ ഉണ്ട്? അദ്ദേഹമാണ് മൊഴിയെടുക്കുന്നേ. സർ, വന്ദന എന്റെ വൈഫാണ്. എനിക്ക് വന്ദനെ ഒന്ന് കാണണം. ഇനി അതൊക്കെ കോടതി കണ്ടാൽ മതി. നാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഭർത്താവായി എന്നെ കാണിക്കാതിരിക്കാൻ അവള് രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്ക് കാണണം അവളെ. ദേ, ഇവിടെ കിടന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ, പിടിച്ച് ഞാൻ അകത്തിടും. അങ്ങനെ ന്യായം ചോദിച്ചു വരുന്നവരെ പിടിച്ചകത്തിടാനുള്ള വലിപ്പമൊന്നും കാണില്ല ഈ പോലീസ് സ്റ്റേഷന്റെ സെല്ലിന്. വെറുതെ വരട്ടാതെ പോടോ. ഈ ജഗനെ കുറെ ജയിലും പോലീസ് സ്റ്റേഷനും ഒക്കെ കണ്ടതാ. എന്താ ഇവിടെ? ഇവനിവിടെ കിടന്ന് പെർഫോമൻസ് കാണിക്കുന്നു സാറേ. പോലീസ് സ്റ്റേഷൻ അവന്റെ അമ്മായിയപ്പന്റെ വകയെന്ന വിചാരം. എന്റെ അമ്മായിപ്പന്റെ വകയൊന്നുമല്ല. ഈ പോലീസ് സ്റ്റേഷന് തറക്കല്ലിട്ടത് എന്നെ ജനിപ്പിച്ച തന്തയാ. പേര് പറഞ്ഞ ചിലപ്പോ അറിയായിരിക്കും. മുൻ MLA കരുണാകർ കുറുപ്പ്. അപ്പച്ചി, അപ്പച്ചി പറയുന്നതൊക്കെ ശരി തന്നെയാണോ? സന്തോഷായി അപ്പച്ചി. അപ്പച്ചി ഫോൺ വെച്ചേക്ക്, ഞാൻ പിന്നെ വിളിക്കാവേ. അയ്യോ, നിനക്കെന്താ വട്ടായി? നീ ചിരിച്ചങ്ങ് തകർക്കുവാണല്ലോ. സന്തോഷ വാർത്ത കേട്ട ചിരിക്കാതെ ഞാൻ പിന്നെ കരയണോ? നമ്മുടെ കുഞ്ഞിനെ നശിപ്പിച്ചില്ലേ, അവൾക്ക് നല്ല ഒന്നാം തരം പണി കിട്ടി. അച്ഛൻ പറയാറുണ്ട് ഇപ്പൊ ദൈവം ഭയങ്കര സ്പീഡാണെന്ന്. ആ, ഇടയ്ക്കിടയ്ക്കെന്ത് വാചകം പറയാലോ. എന്താ അത്? പാടത്ത് പണിയും വരമ്പത്ത് കൂലിയെന്ന്. ഇപ്പൊ അതങ്ങ് സംഭവിച്ചു. മനസ്സിലായില്ല, കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊന്ന നിന്റെ വന്ദന ചേച്ചിക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയെന്ന്. നിന്റെ വന്ദന ചേച്ചി മയക്കുമരുന്ന് കേസിൽ പെട്ടിപ്പോ പോലീസ് കസ്റ്റഡിയില്ല. നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പക്ഷെ സംഭവിച്ചല്ലോ. ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് അവരുടെ ജയിൽവാസവാ. വന്ദനേച്ചി ആരോ ചതിച്ചതാ. നിന്റെ അച്ഛനാവാനാ സാധ്യത. ഹരിതേ, ഇത് പാടില്ല. വന്ദനേച്ചിയെ രക്ഷപ്പെടുത്തണം. നീ നിന്റെ അച്ഛനോട് പറയണം വന്ദനേച്ചിയെ ഉപദ്രവിക്കരുതെന്ന്. എന്റെ പട്ടി പറയും. ഹരിതേ, എന്റെ ചേച്ചിയാ വന്ദന. എനിക്ക് എങ്ങനെങ്കിലും വന്ദനേച്ചിയെ രക്ഷിച്ചേ പറ്റൂ. മനോജെ, ഇത് മയക്കുമരുന്ന് കേസാ. നീ വിചാരിക്കുന്നത് പോലെ അത്ര പെട്ടെന്നൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല. പറ്റോ ഇല്ലയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ.
ജഗനിങ് വാ. സർ ഇത് പോയിട്ട് നാളെ വാ. ശരി സാർ. അറിയാലോ ജഗ, മയക്കമരുന്ന് കേസാ. ജാമ്യം കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും. യഥാർത്ഥത്തിൽ ജഗന്റെ പേരിൽ കേസെടുക്കേണ്ടതാ. പിന്നെ അത് ചെയ്യാത്തത് കരുണാകരക്കുറുപ്പ് സാറിന്റെ മകനായതുകൊണ്ട് മാത്രമാ. നിങ്ങൾ ആ മയക്കുമരുന്ന് കണ്ടെടുത്തെന്ന് പറയുന്ന മുറിയിൽ താമസിക്കുന്ന ഞാനാണല്ലോ. അവിടെ നിന്ന് നിങ്ങൾ കണ്ടെടുത്തെന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് പാക്കറ്റ് കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ പുരുഷൻ എന്ന നിലയിൽ എന്നെ വേണ്ട നിങ്ങൾ സംശയിക്കാൻ. അപ്പൊ എന്റെ പേരിലല്ലേ കേസെടുക്കേണ്ടത്? ജഗ, അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കുറുപ്പ് സാറിന്റെ മകനാണെന്നുള്ള ഒരൊറ്റ കൺസിഡറേഷനില്ല ജഗനെ അറസ്റ്റ് ചെയ്യായിരുന്നത്. ഞാൻ നിങ്ങൾ ഈ പറയുന്ന കുറുപ്പ് സാറിന്റെ മകനാണെങ്കിൽ നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത വന്ദന ഈ പറഞ്ഞ കുറുപ്പ് സാറിന്റെ മരുമകളാ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ നീതി അവളോടും കാണിക്കണ്ടേ? നിങ്ങൾ പറയുന്നതിനൊന്നും എനിക്കിപ്പോൾ ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കൊരല്പം തിരക്കുണ്ട്. അറിയാം സാറേ, തിരക്കുണ്ടാവും. കൂടുതൽ തിരക്ക് കൂട്ടി നെറുകേട് കാണിക്കുമ്പോഴേ തിരക്കൊന്നും ഇല്ലാതെ ഈ യൂണിഫോമും ഊരി ചൊറിയും കുത്തി വീട്ടിലിരിക്കേണ്ട ഗതി ഇവിടുത്തെ പല ഏമാമാർക്കുണ്ടാവും. അകത്ത് കിടക്കുന്ന വന്ദന എന്റെ ഭാര്യ. അവളെ എങ്ങനെ പുറത്തിറക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ പറഞ്ഞോ. മീൻ 100 രൂപ. മീൻ 100 രൂപ. ഈ മീൻ 100 രൂപ എന്നുള്ളതേ 2 ദിവസം 100 രൂപയാക്കണം. ആ പോട്ടെ, അടുത്ത ചെലവ് പറ. പച്ചക്കറി 70 രൂപ. പച്ചക്കറി 70 രൂപ. പിന്നെ ആ എന്റെ പുന്നാരനിയൻ വിളിക്കുന്നു. നീ ആ ഫോൺ എടുത്ത് ലൗഡ് സ്പീക്കറിലിട്. അവൻ എന്ത് വിശേഷം പറയാനുള്ളതെന്ന് കേക്കട്ടെ. ഹലോ, ഭീഷണിപ്പെടുത്താൻ വിളിച്ചതാണോടാ? പ്രകാശേട്ടാ, ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. വന്ദനേച്ചിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഏട്ടാ.